വാർത്തകൾ തുടരുന്നു. പൊയ്യ പുളിപ്പറമ്പ് ഗ്രാമ സാംസ്കാരിക കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പുളിപ്പറമ്പ് ഇടവക ദേവാലയ വികാരി ഫാദർ സിൻഡോ ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക കൂട്ടായ്മ കൺവീനർ തോമസ് കാളിയാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് കർഷകരെ ആദരിച്ചു. KP ബൈജു, ലിജോ അമ്പുക്കൻ, ആദരവ് ഏറ്റുവാങ്ങിയ കർഷകർ, സ്വീകരണം ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മുരിങ്ങൂരിൽ കോഴിക്ക് കാല് 4 കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നാമെങ്കിലും വളരെ അപൂർവമായിട്ടാണ് ഇതുപോലെ ഉണ്ടാവുന്നത്. മുരിങ്ങൂർ ഏത്താടൻ ശശിയുടെ ഭാര്യ ഉഷ വീട്ടിൽ വളർത്തുന്ന 15ഓളം കോഴികളിൽ ഒന്നിന്റെ 8 മുട്ടയാണ് വിരിയാൻ വെച്ചത്. അതിൽ വിരിഞ്ഞ 6 കോഴിക്കുഞ്ഞുങ്ങളിൽ ഒന്നാണ് ഈ അത്ഭുത പ്രതിഭാസം. 15 ദിവസം മാത്രം പ്രായമായ കോഴിക്കുഞ്ഞ് ഉഷാറായിരിക്കുകയാണ്. ചാലക്കുടി ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ശശിയും ഭാര്യ ഉഷയുടെയും ഒഴിവ് സമയങ്ങളിലെ ജീവിതമാർഗമാണ് കോഴി വളർത്തൽ. 4 കാലുള്ള കോഴിയെ കാണുവാൻ കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ദിവസവും ഇപ്പോൾ ശശിയുടെ വീട്ടിലെത്തുന്നത്. കലാകാരന്മാർക്കും കലാപ്രവർത്തകർക്കും പലിശരഹിത വായ്പ അനുവദിക്കണമെന്ന് കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ PV അനശ്വരനെ വിനു ആദരിച്ചു. വിജയൻ മൽപ്പാൻ, രാജീവ് പുഷ്പഗിരി, കലാഭവൻ സുധി, പ്രദീപ് പൂലാനി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് കലാഭവൻ ജയൻ, വൈസ് പ്രസിഡന്റ് രാജീവ് പുഷ്പഗിരി, സെക്രട്ടറി കലാഭവൻ സുധി, ജോയിന്റ് സെക്രട്ടറി സുധീഷ് ഗജാൻജി, വിജയൻ മൽപ്പാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മിമിക്രി ലോകത്തുനിന്നും മിമിക്രിയിൽ നിന്ന് സിനിമാ ലോകത്ത് എത്തിയൊരു വലിയൊരു ആളാണ് മുകേഷ്. അങ്ങനെ മുകേഷ് തൊട്ട് ഒരുപാട് കലാകാരന്മാരിരുന്ന നിയമസഭയിൽ മിമിക്രിയെ അക്കാദമി അംഗീകാരം കിട്ടണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ആണ്. കലയുമായിട്ട് ഒരു ബന്ധമില്ല, കല ആസ്വാദന പുള്ളി. പക്ഷെ പുള്ളി അത് വ്യക്തമായിട്ട് മിമിക്രിയുടെ ചരിത്രം മൊത്തം പറഞ്ഞ് അക്കാദമി അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ തുമ്പുറുമുടിയിൽ പ്രോഗ്രാം കേരളത്തിൽ ശരിക്കും വട്ടമുടി എല്ലാ കാവുകളിലും വന്നിട്ട് ബാക്കി മുന്നേ അത്ര അങ്ങനെ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് കാവുകളിൽ മാത്രമേ ഉണ്ടായിരുള്ളൂ. ഇപ്പം എല്ലാ കാവിലും വട്ടമുടി ഉണ്ട്, ഇല്ലാത്ത കാവുകളില്ല. ഇലകളിൽ ചിത്രം കൊത്തിയെടുത്ത് ശ്രദ്ധേയയാകുകയാണ് ആളൂർ സ്വദേശി പട്ടേരി ലോറൻസിന്റെ മകൾ സിൻഡ. ലോക്ക്ഡൌൺ കാലത്താണ് സിൻഡ ഇലകളിൽ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങിയത്. പൂർണ്ണമായും സമൂഹമാധ്യമങ്ങളെ ആശ്രയിച്ചായിരുന്നു ഇലകളിൽ ചിത്രനിർമ്മാണം പരിശീലിച്ചത്. ആദ്യം ചെറിയ ചെറിയ രൂപങ്ങളാണ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് ആന, കുതിര, ഗരുഡൻ തുടങ്ങിയവയുടെ രൂപങ്ങൾ നിർമ്മിച്ചു. കൂടാതെ ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ടോവിനോ, ജയസൂര്യ, ദുൽഖർ സൽമാൻ എന്നിവരുടെ ചിത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ആൽ, പ്ലാവ്, ഐനിപ്ലാവ്, മാംഗോസ്റ്റിൻ എന്നീ മരങ്ങളുടെ ഇലകളാണ് കൂടുതലായും നിർമ്മാണത്തിനായി ഉപയോഗിക്കാറ്. ആലില, പ്ലാവിൻ്റെ ഇല, ഐനിയുടെ ഇല അങ്ങനെയുള്ള റീഫിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓലയിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇല ശേഖരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉണക്കി സൂക്ഷിക്കും. നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം അതിൽ ചിത്രം വരയ്ക്കും. പിന്നീട് സർജിക്കൽ ബ്ലേഡ്, പെൻ ടൂൾ എന്നിവ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കും. നിമിഷ നേരം കൊണ്ട് ഇലകളിൽ ചിത്രം കൊത്തിയെടുക്കുന്ന ഈ മിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ലീഫ് ആർട്ടിലേക്ക് വന്നത്. മുമ്പ് ഫേസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് സമയം കിട്ടിയപ്പോഴാണ് ഫേസ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ടോവിനോ തോമസ്, മമ്മൂട്ടി, മോഹൻലാൽ, ജയസൂര്യ അങ്ങനെ ഒരുപാട് പേരെ ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ലീഫ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിനുള്ള മോട്ടിവേഷനൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയത്. അവരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ മാസമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമതും അറ്റംപ്റ്റ് ചെയ്തപ്പോഴാണ് അത് കൺഫേം ചെയ്ത് വന്നത്. എനിക്ക് ജനുവരി 20 ഓൺലൈനായി നടത്തിയ മത്സരത്തിൽ 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ 20 ചരിത്ര സ്മാരകങ്ങളുടെ പേരും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഇലകളിൽ കാർവ് ചെയ്താണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്.
ലീഫ് ആർട്ട് അസോസിയേഷനിലെ അംഗം കൂടിയായ സിൻഡയെ ഗുജറാത്ത്, തമിഴ്നാട്, മുംബൈ തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് തങ്ങളുടെ ചിത്രങ്ങൾ ഇലകളിൽ കാർവ് ചെയ്ത് കിട്ടുവാൻ സമീപിക്കുന്നത്. ഒരു ചിത്രകാരി കൂടിയായ സിൻഡ തന്റെ വീടിന്റെ ചുമരുകളിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് നിരവധി ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. മാള ജീസസ് അക്കാദമിയിലെ 1ാം വർഷ BEd വിദ്യാർത്ഥിനിയായ സിൻഡയ്ക്ക് പിന്തുണയുമായി കൊമ്പുടിഞ്ഞ മാക്കലിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അപ്പച്ചൻ ലോറൻസും അമ്മ ബ്ലെസിയുമുണ്ട്. ലിൻഡോയും ബിൻഡോയും സഹോദരങ്ങളാണ്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം പവന് 35,080 രൂപയും ഗ്രാമിന് 4,385 രൂപയുമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രക്കാരെ വലച്ച് KSRTC ബസ് സമരം. ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന സൂചന പണിമുടക്ക് പൂർണ്ണം. ഇന്ധനവില വീണ്ടും കൂട്ടി. ഇന്ന് കൂട്ടിയത് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും. ഇലകളിൽ ചിത്രങ്ങൾ കൊത്തിയെടുത്ത് ആളൂർ സ്വദേശി ശ്രദ്ധയാകുന്നു. വാർത്തകൾ വിശദമായി. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.